പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കേരള യൂണിവേഴ്സിറ്റി FIUP ഒന്നാം സെമസ്റ്റർ BBA വിദ്യാർത്ഥികളുടെ ബിസിനസ് മാനേജ്മെന്റ് എന്ന പേപ്പറിൽ നിന്നും ഇന്ന് എക്കോളജി, സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ ഓഫ് എക്കോസിസ്റ്റം എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. എക്കോളജി, സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ ഓഫ് എക്കോസിസ്റ്റം എന്ന ടോപ്പിക് രണ്ടാമത്തെ മോഡ്യൂൾ എക്കോസിസ്റ്റം ആൻഡ് ബയോഡൈവേഴ്സിറ്റിയിൽ നിന്നും ഉൾപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. നമ്മുടെ പൊതുപരീക്ഷാ ചോദ്യങ്ങളിൽ വളരെയധികം നമുക്ക് സാധ്യത ഉള്ള ഒരു ചോദ്യമാണ് വാട്ട് ഈസ് എക്കോളജി, റൈറ്റ് എ നോട്ട് ഓൺ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ ഓഫ് എക്കോസിസ്റ്റം. നമ്മുടെ രണ്ടാമത്തെ മോഡ്യൂൾ എക്കോസിസ്റ്റം ആൻഡ് ബയോഡൈവേഴ്സിറ്റിയിൽ വളരെ പ്രാധാന്യത്തോടെ നമ്മുടെ സിലബസിൽ കൊടുത്തിരിക്കുന്ന ഒരു ടോപ്പിക്കാണ്. ഡെഫിനിഷൻ ഓഫ് എക്കോളജി, അതുപോലെ തന്നെ ഡെഫിനിഷൻ ഓഫ് എക്കോസിസ്റ്റം, ഫംഗ്ഷൻ ആൻഡ് സ്ട്രക്ചർ ഓഫ് എക്കോസിസ്റ്റം. നമുക്ക് ആദ്യം എക്കോളജി എന്താന്ന് നോക്കാം. എക്കോളജിയുടെ ഡെഫിനിഷൻ വ്യത്യസ്തമായ ഡെഫിനിഷൻസ് ഇന്ന് ലഭ്യമാണ്. അതിൽ നമുക്ക് വളരെ സുപരിചിതമായ ഡെഫിനിഷൻ നമുക്ക് നോക്കാം. എക്കോളജി ഈസ് ദ സ്റ്റഡി ഓഫ് എക്കോസിസ്റ്റം. എക്കോസിസ്റ്റത്തിന്റെ സ്റ്റഡിയാണ് എക്കോളജി. ഒരു മാർക്കിന് നമുക്ക് ചോദിച്ചാൽ ഈ ഒരു ഡെഫിനിഷൻ വളരെ സ്യൂട്ടബിൾ ആണ്. സ്റ്റഡി ഓഫ് എക്കോസിസ്റ്റം ഈസ് കോൾഡ് എക്കോളജി. ഇനി അടുത്തൊരു ഡെഫിനിഷൻ നോക്കിയാൽ ecology is the scientific study of interaction among organisms and their environment. ഓർഗാനിസവും അതിന്റെ എൻവയോൺമെന്റുമായി നടക്കുന്ന ഇന്ററാക്ഷനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്ര ശാഖയാണ് എക്കോളജി. എക്കോളജി is the scientific study of interaction among organisms and their environment. Ecology deals with the study of relationship between organism and environment. It is a study of living organism in relation to their environment. Ecology means study of surrounding. അതും ഒരു ഡെഫിനേഷൻ ആണ്. Study of surrounding is called ecology. അല്ലെങ്കിൽ the study of ecosystem is called ecology. The term ecology was coined by German biologist Ernst Haeckel. Ernst Haeckel എന്ന ഒരു ജർമ്മൻ ബയോളജിസ്റ്റ് ആണ് ഈ എക്കോളജി എന്ന ടേം ആദ്യമായി കോയിൻ ചെയ്ത് ഉപയോഗിച്ചത്. സോ ദ ടേം എക്കോളജി വാസ് കോയിൻഡ് ബൈ ജർമ്മൻ ബയോളജിസ്റ്റ് ഏർണസ്റ്റ് ഹെക്കൽ. എക്കോളജി ഈസ് ദ സ്റ്റഡി ഓഫ് എക്കോസിസ്റ്റം. എക്കോളജി ഈസ് ദ സയന്റിഫിക് സ്റ്റഡി ഓഫ് ഇന്ററാക്ഷൻ ഓഫ് ആൻ ഓർഗാനിസം വിത്ത് ഇറ്റ്സ് എൻവയോൺമെന്റ്. എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ ചുറ്റുപാട്. ഒരു ഓർഗാനിസത്തിന്റെ ചുറ്റുപാടാണ് അതിന്റെ എൻവയോൺമെന്റ്. ഇനി എക്കോളജി എന്തൊക്കെ കാര്യങ്ങളെ കുറിച്ച് ഡീൽ ചെയ്യുന്നു? എക്കോളജി എക്സ്പ്ലെയിൻസ് ഓർ ഡീൽസ് വിത്ത് ലൈഫ് പ്രോസസ്, ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ഓർഗാനിസം വിത്ത് ദ എൻവയോൺമെന്റ്, അഡാപ്റ്റേഷൻ ഓഫ് ഓർഗാനിസം, മൂവ്മെന്റ് ഓഫ് എനർജി ആൻഡ് മെറ്റീരിയൽ ഇൻ ആൻ എക്കോസിസ്റ്റം, സക്സസീവ് ഡെവലപ്മെന്റ് ഓഫ് എക്കോസിസ്റ്റം, അബണ്ടൻസ് ആൻഡ് ഡിസ്റ്റർബൻസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓർഗാനിസം ആൻഡ് ബയോഡൈവേഴ്സിറ്റി. പലപ്പോഴും ലൈഫ് പ്രോസസിനെ കുറിച്ചാണ് എക്കോളജി ഡീൽ ചെയ്യുന്നത്. ഓർഗാനിസം അതിന്റെ എൻവയോൺമെന്റായിട്ട് നടക്കുന്ന ഇന്ററാക്ഷൻ, ഓർഗാനിസത്തിന്റെ അഡാപ്റ്റേഷൻ, എക്കോസിസ്റ്റത്തിലെ എനർജിയുടെ മൂവ്മെന്റ്, അതുപോലെ തന്നെ മെറ്റീരിയൽ ഓഫ് ബയോട്ടിക് കമ്മ്യൂണിറ്റിക്ക് സംബന്ധിച്ച് നടക്കുന്ന മെറ്റീരിയലിന്റെ ട്രാൻസ്ഫർ, എക്കോസിസ്റ്റത്തിന്റെ സക്സസീവ് ഡെവലപ്മെന്റ്, അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓർഗാനിസം, അബണ്ടൻസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി പോലെയുള്ള കാര്യങ്ങളാണ് എക്കോളജി ഡീൽ ചെയ്യുന്നത്. സിമ്പിളായി പറഞ്ഞാൽ എക്കോളജി ഈസ് എ സ്റ്റഡി ഓഫ് എക്കോസിസ്റ്റം. എക്കോസിസ്റ്റത്തിന്റെ പ്രത്യേകത, എക്കോസിസ്റ്റം ഈസ് ആൻ ഏരിയ കൺസിസ്റ്റിംഗ് ഓഫ് ലിവിങ് ആൻഡ് നോൺ ലിവിങ് കമ്പോണൻസ്. അതാണ് എക്കോസിസ്റ്റത്തിന്റെ ഒരു വളരെ സിമ്പിളായ ഡെഫിനിഷൻ. ആൻ എക്കോസിസ്റ്റം ഈസ് ആൻ ഏരിയ കൺസിസ്റ്റിംഗ് ഓഫ് ലിവിങ് ആൻഡ് നോൺ ലിവിങ് കമ്പോണൻസ്. ലിവിങ് കമ്പോണൻസിനെ ബയോട്ടിക് കമ്പോണന്റ് എന്നും നോൺ ലിവിങ് കമ്പോണൻസിനെ എബിയോട്ടിക് കമ്പോണന്റ് എന്നും വിളിക്കുന്നു. So, an ecosystem is a combination of all living and non-living elements of an area. The concept of ecosystem was first put forth by A.G. Tansley. A.G. Tansley എന്ന സയന്റിസ്റ്റ് ആണ് എക്കോസിസ്റ്റം എന്നൊരു കൺസെപ്റ്റ് ആദ്യമായി മുന്നോട്ട് വെച്ചത്. So, an ecosystem is an area consisting of living and non-living components. ഇത് ലിവിങ് കമ്പോണൻസിനകത്ത് വരുന്നതാണ്. പ്രൊഡ്യൂസേഴ്സ് വരുന്നു, അതിൽ പ്ലാന്റ്സ്, അനിമൽസ് പോലെയുള്ള ഓർഗാനിസം വരുന്നു, ഡീകമ്പോസേഴ്സ് വരുന്നു.
ഇനിയും സ്ട്രക്ചർ ഓഫ് എക്കോസിസ്റ്റം നോക്കിയാൽ an ecosystem consists of biotic and abiotic component. ബയോട്ടിക് കമ്പോണൻസും എബിയോട്ടിക് കമ്പോണൻസിന്റെയും ഒരു കോമ്പിനേഷൻ ആണ് എക്കോസിസ്റ്റം. അതാണ് എക്കോസിസ്റ്റത്തിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മുടെ പൊതുപരീക്ഷാ ചോദ്യങ്ങളിൽ ഇത്തരം ചോദ്യങ്ങൾ പലപ്പോഴും വരാറുണ്ട്. വാട്ട് ഈസ് എക്കോളജി? നേരത്തെ കണ്ടു, സ്റ്റഡി ഓഫ് എക്കോസിസ്റ്റം ഈസ് കോൾഡ് എക്കോളജി. ഇനി വാട്ട് ഈസ് എക്കോസിസ്റ്റം ആണെങ്കിൽ 2 മാർക്കിന് 1 മാർക്കിന് ചോദിക്കും. An ecosystem is an area consisting of living and non-living components. Living componentsഉം non-living componentsഉം co-exist ചെയ്യുന്ന ഏരിയ ആണ് എക്കോസിസ്റ്റം. ഇനി സ്ട്രക്ചർ ഓഫ് എക്കോസിസ്റ്റം നോക്കിയാൽ എക്കോസിസ്റ്റം കൺസിസ്റ്റ് ഓഫ് 2 components. ലിവിംഗ് കമ്പോണന്റ്, ബയോട്ടിക് കമ്പോണന്റ് ആൻഡ് നോൺ ലിവിംഗ് കമ്പോണന്റ്. ബയോട്ടിക് കമ്പോണന്റ് നമ്മൾ വീണ്ടും 3 ക്ലാസ് ചെയ്തിരിക്കുന്നു. പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ് ആൻഡ് ഡീകമ്പോസേഴ്സ്. പൊതുവെ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് ഗ്രീൻ പ്ലാന്റ്സ് ആണ്. ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രക്രിയ ഉപയോഗിച്ച് പ്ലാന്റ്സ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നു. അതുകൊണ്ട് ഗ്രീൻ പ്ലാന്റ്സിനെ നമ്മൾ പ്രൊഡ്യൂസേഴ്സ് എന്ന് വിളിക്കുന്നു. കൺസ്യൂമേഴ്സ് ഈ പ്രൊഡ്യൂസേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. കൺസ്യൂമേഴ്സിന്റെ ഡെഡ് ബോഡിയെ ഡീകേ ചെയ്യുന്ന മൈക്രോ ഓർഗാനിസങ്ങളെ ഡീകമ്പോസേഴ്സ് എന്ന് വിളിക്കുന്നു. സോ ആൻ എക്കോസിസ്റ്റം കൺസിസ്റ്റ് ഓഫ് 2 components, biotic and abiotic component. Biotic components are called living components and abiotic components are called non-living components. Biotic components are classified into 3 types: producers, consumers and decomposers. Producers നമ്മൾ വീണ്ടും 4 ക്ലാസ് ചെയ്തിരിക്കുന്നു. പ്രൈമറി പ്രൊഡ്യൂസർ എന്ന് നമ്മൾ പൊതുവെ നമുക്ക് 4 ക്ലാസ് ചെയ്യാൻ കഴിയുന്നതാണ്. So an ecosystem is an area consisting of living and non-living component. അതിൽ ലിവിംഗ് കമ്പോണന്റ് ബയോട്ടിക് കമ്പോണന്റ് എന്ന് പറഞ്ഞു, നോൺ ലിവിംഗ് കമ്പോണന്റ് എബിയോട്ടിക് കമ്പോണന്റ് എന്ന് പറഞ്ഞു. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് എക്കോസിസ്റ്റം നോക്കിയാൽ there are 2 types of ecosystem. എക്കോസിസ്റ്റങ്ങളെ പൊതുവെ നമുക്ക് 2 ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം എന്നും 2 അക്വാട്ടിക് എക്കോസിസ്റ്റം എന്നും നമുക്ക് എക്കോസിസ്റ്റങ്ങളെ പൊതുവെ 2 ക്ലാസിഫൈ ചെയ്യാം. So we can generally classify ecosystem into 2 types: terrestrial ecosystem and aquatic ecosystem. ലാൻഡ് ബേസ്ഡ് എക്കോസിസ്റ്റങ്ങളെയാണ് പൊതുവെ ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം എന്ന് വിളിക്കുന്നത്. ടെറസ്ട്രിയൽ. ഇനിയും വാട്ടർ ബോഡീസിൽ കാണപ്പെടുന്ന എക്കോസിസ്റ്റം, അതിനെയാണ് അക്വാട്ടിക് എക്കോസിസ്റ്റം എന്ന് വിളിക്കുന്നത്. ആ ഒരു ടേമുകൾ മനസ്സിലാക്കുക, ടെറസ്ട്രിയലും അക്വാട്ടിക്കും. നേരത്തെ കണ്ടു, an ecosystem is an area consisting of biotic and abiotic component. An ecosystem consists of living and non-living components. Living components are classified into 3 types: producers, consumers and decomposers. അതിൽ producers green plants ആണ്. കൺസ്യൂമറെ നമ്മൾ വീണ്ടും 4 ക്ലാസ് ചെയ്തിരിക്കുന്നു. പ്രൈമറി കൺസ്യൂമർ, സെക്കൻഡറി കൺസ്യൂമർ, ടെർഷറി കൺസ്യൂമർ ആൻഡ് ക്വാട്ടനറി കൺസ്യൂമർ. അതാണ് സ്ട്രക്ചർ ഓഫ് എക്കോസിസ്റ്റം എന്ന് പറയുന്ന ചോദ്യത്തിന്റെ ഒരു ഉത്തരം എന്ന് പറയുന്നത്. An ecosystem consists of 2 components, biotic and abiotic components. Biotic components are called living components and non-living components are called abiotic components. Abiotic component rocks ഉൾപ്പെടുന്നു, മിനറൽസ് ഉൾപ്പെടുന്നു, സോയിൽ ഉൾപ്പെടുന്നു. ഇതൊക്കെ നോൺ ലിവിംഗ് അല്ലെങ്കിൽ എബിയോട്ടിക് കമ്പോണൻസ് ആണ്. ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം നോക്കാം. ടെറസ്ട്രിയൽ എക്കോസിസ്റ്റംസ് ആർ ലാൻഡ് ബേസ്ഡ് എക്കോസിസ്റ്റം. ടെറസ്ട്രിയൽ എക്കോസിസ്റ്റത്തിന്റെ എക്സാമ്പിൾ ആണ് ഫോറസ്റ്റ് എക്കോസിസ്റ്റം, അതുപോലെ തന്നെ ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റം, ഡെസേർട്ട് എക്കോസിസ്റ്റം. ഇത്തരം എക്കോസിസ്റ്റങ്ങളാണ് ലാൻഡിൽ കാണപ്പെടുന്നത്. അത്തരം ലാൻഡ് ബേസ്ഡ് എക്കോസിസ്റ്റങ്ങളെയാണ് ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം എന്ന് വിളിക്കുന്നത്. അക്വാട്ടിക് എക്കോസിസ്റ്റം ആർ ഡിവൈഡ് ഇൻടു 2 types. അക്വാട്ടിക് എക്കോസിസ്റ്റങ്ങളെ വീണ്ടും 2 ക്ലാസ് ചെയ്തിരിക്കുന്നു. ഫ്രഷ് വാട്ടർ എക്കോസിസ്റ്റം എന്നും മറൈൻ എക്കോസിസ്റ്റം എന്നും 2 ക്ലാസ് ചെയ്തിരിക്കുന്നു. സോ അക്വാട്ടിക് എക്കോസിസ്റ്റംസ് ആർ എക്കോസിസ്റ്റംസ് പ്രസന്റ് ഇൻ വാട്ടർ ബോഡീസ്. ഭൂമിയിലെ ജലം ഉള്ള സ്ഥലങ്ങളിൽ കാണപ്പെടുന്നു അല്ലെങ്കിൽ വാട്ടർ ബോഡീസിൽ കാണപ്പെടുന്ന എക്കോസിസ്റ്റമാണ് അക്വാട്ടിക് എക്കോസിസ്റ്റം. അതിനെ നമ്മൾ 2 ക്ലാസ് ചെയ്തിരിക്കുന്നു. ഒന്ന് ഫ്രഷ് വാട്ടർ എക്കോസിസ്റ്റം എന്നും 2 മറൈൻ എക്കോസിസ്റ്റം എന്നും അക്വാട്ടിക് എക്കോസിസ്റ്റങ്ങളെ ക്ലാസ് ചെയ്തിരിക്കുന്നു. സോ അക്വാട്ടിക് എക്കോസിസ്റ്റംസ് ആർ എക്കോസിസ്റ്റംസ് പ്രസന്റ് ഇൻ വാട്ടർ ബോഡീസ് or they are found in water bodies. They can be again further classified into 2 types: freshwater ecosystem and marine ecosystem. Marine ecosystemങ്ങൾ പൊതുവെ ഈ പറയുന്ന സോൾട്ടി വാട്ടർ ബോഡീസിൽ കാണപ്പെടുന്ന എക്കോസിസ്റ്റം ആണ് മറൈൻ എക്കോസിസ്റ്റം. നമ്മുടെ ഓഷ്യൻസ്,
അതുപോലെ അത്തരം സോൾട്ട് ബേസ്ഡ് വാട്ടർ കാണപ്പെടുന്ന എക്കോസിസ്റ്റമാണ് മറൈൻ എക്കോസിസ്റ്റം. ഇനി നമുക്ക് എബിയോട്ടിക് എക്കോസിസ്റ്റം അല്ലെങ്കിൽ ഒരു എക്കോസിസ്റ്റത്തിന്റെ എബിയോട്ടിക് കമ്പോണൻസ് എന്താണെന്ന് നോക്കാം. ദ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ components of ecosystem constitute abiotic components. So, the physical and chemical components of ecosystem constitute abiotic component. It includes water, soil, mineral, etc. Abiotic components are classified into physical and chemical components. നേരത്തെ പറഞ്ഞു ബയോട്ടിക് കമ്പോണൻസും എബിയോട്ടിക് കമ്പോണൻസും കോ എക്സിസ്റ്റ് ചെയ്യുന്ന ഏരിയ ആണ് എക്കോസിസ്റ്റം. എക്കോസിസ്റ്റത്തിൽ എബിയോട്ടിക് എക്കോസിസ്റ്റം ഉണ്ട്, അതുപോലെ തന്നെ ബയോട്ടിക് എക്കോസിസ്റ്റം ഉണ്ട്, അല്ലെങ്കിൽ എബിയോട്ടിക് കമ്പോണന്റ് ഉണ്ട്, ബയോട്ടിക് കമ്പോണന്റ് ഉൾപ്പെടുന്നു. ബയോട്ടിക് കമ്പോണൻസ് ഇൻക്ലൂഡ്സ് ഓൾ ലിവിംഗ് ഓർഗാനിസംസ്. ദ ബയോട്ടിക് കമ്പോണൻസ് ആർ അഗെയിൻ ക്ലാസിഫൈഡ് ഇൻടു പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ് ആൻഡ് ഡീകമ്പോസേഴ്സ്. ബയോട്ടിക് കമ്പോണന്റിനെ മൂന്നായി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. പ്രൊഡ്യൂസേഴ്സ് ഓട്ടോട്രോപ്സ് എന്ന് വിളിക്കുന്നു, കൺസ്യൂമേഴ്സിനെ ഹെട്രോട്രോപ്സ് എന്ന് വിളിക്കുന്നു, ഡീകമ്പോസേഴ്സിനെ ഡെട്രീറ്റിവോറസ് എന്ന് വിളിക്കുന്നു. സോ ബയോട്ടിക് കമ്പോണൻസ് ആർ ക്ലാസിഫൈഡ് ഇൻടു 3 ടൈപ്സ്: പ്രൊഡ്യൂസേഴ്സ് ഓട്ടോട്രോപ്സ്, കൺസ്യൂമേഴ്സ് ഹെട്രോട്രോപ്സ് ആൻഡ് ഡീകമ്പോസേഴ്സ് ഡെട്രീറ്റിവോറസ്. So an ecosystem is an area consisting of biotic and abiotic component. ബയോട്ടിക് കമ്പോണന്റും എബിയോട്ടിക് കമ്പോണന്റും കോ എക്സിസ്റ്റ് ചെയ്യുന്ന ഏരിയ, ആ ഒരു ഏരിയ ആണ് എക്കോസിസ്റ്റം. എക്കോസിസ്റ്റങ്ങളെ നമുക്ക് നേരത്തെ കണ്ട പൊതുവെ രണ്ട് ക്ലാസിഫിക്കേഷൻ ആണ്. ഒന്ന് ലാൻഡ് ബേസ്ഡ് എക്കോസിസ്റ്റം, ടെറസ്ട്രിയൽ എന്ന് പറയുന്നു. അടുത്തത് ഈ പറയുന്ന വാട്ടർ ബോഡീസിൽ കാണപ്പെടുന്ന എക്കോസിസ്റ്റം, അക്വാട്ടിക് എക്കോസിസ്റ്റം എന്ന് രണ്ടായി ക്ലാസിഫൈ ഇരിക്കുന്നു. വീണ്ടും അക്വാട്ടിക് എക്കോസിസ്റ്റങ്ങളെ രണ്ടായി ക്ലാസിഫൈ ഇരിക്കുന്നു: ഫ്രഷ് വാട്ടർ എക്കോസിസ്റ്റം ആൻഡ് മറൈൻ എക്കോസിസ്റ്റം എന്ന്. വീണ്ടും ഈ പറയുന്ന വാട്ടർ ബോഡീസിൽ കാണപ്പെടുന്ന അക്വാട്ടിക് എക്കോസിസ്റ്റങ്ങളെ രണ്ടായി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. സോ ആൻ എക്കോസിസ്റ്റം കൺസിസ്റ്റിംഗ് ഓഫ് ബോത്ത് എബിയോട്ടിക് ആൻഡ് ബയോട്ടിക് കമ്പോണന്റ്. Abiotic components are classified into 2 types: physical components and chemical components. നമുക്ക് പൊതുവെയുള്ള രണ്ട് ക്ലാസിഫിക്കേഷൻ ആണ്. എബിയോട്ടിക് എന്ന് പറഞ്ഞാൽ ഒരു ലിവിംഗ് കമ്പോണന്റ് അല്ല, ഒരു നോൺ ലിവിംഗ് കമ്പോണന്റ് ആണ്. അതുകൊണ്ട് നോൺ ലിവിംഗ് കമ്പോണന്റ് ആയ എബിയോട്ടിക് കമ്പോണൻസിനെ നമുക്ക് ഫിസിക്കലും കെമിക്കൽ കമ്പോണൻസ് എന്ന് രണ്ടായി ക്ലാസിഫൈ ചെയ്യാം. ദ ഫിസിക്കൽ കമ്പോണൻസ് ഇൻക്ലൂഡ്സ് ടെമ്പറേച്ചർ, ലൈറ്റ്, വാട്ടർ എക്സെട്ര. ദ കെമിക്കൽ കമ്പോണൻസ് ഇൻക്ലൂഡ്സ് ഓർഗാനിക് ആൻഡ് ഇൻഓർഗാനിക് സബ്സ്റ്റൻസ്. ഓർഗാനിക് സബ്സ്റ്റൻസും ഇൻഓർഗാനിക് സബ്സ്റ്റൻസും എന്നാണ് നമ്മൾ കെമിക്കൽ കമ്പോണൻസിനെ നമ്മൾ വിളിക്കുന്നത്. അങ്ങനെ ഒരു എബിയോട്ടിക് എക്കോസിസ്റ്റത്തിൽ 2 കമ്പോണൻസ് ആണ്: ഫിസിക്കൽ കമ്പോണൻസും കെമിക്കൽ കമ്പോണൻസും. ഇനി നമുക്ക് പ്രൊഡ്യൂസേഴ്സ് എന്താണെന്ന് നോക്കാം. പ്രൊഡ്യൂസേഴ്സ് ഇൻക്ലൂഡ്സ് ഗ്രീൻ പ്ലാന്റ്സ്. സിമ്പിളായി പറഞ്ഞാൽ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ് ഉപയോഗിച്ച് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഗ്രീൻ പ്ലാന്റ്സുകളെയും നമ്മൾ പ്രൊഡ്യൂസേഴ്സ് എന്ന് വിളിക്കുന്നു. നേരത്തെ പറഞ്ഞു ഓട്ടോട്രോപ്പ് എന്ന് വിളിക്കുന്നു. പ്രൊഡ്യൂസേഴ്സ് ഇൻക്ലൂഡ്സ് ഗ്രീൻ പ്ലാന്റ്സ്. ദേ പ്രൊഡ്യൂസ് കാർബോഹൈഡ്രേറ്റ്സ് യൂസിങ് സൺലൈറ്റ്, കാർബൺ ഡൈ ഓക്സൈഡ് യൂസിങ് ക്ലോറോഫിൽ. ക്ലോറോഫിൽ എന്ന പിഗ്മെന്റ് കാർബൺ ഡൈ ഓക്സൈഡും സൺലൈറ്റിനെയും സഹായത്തോടു കൂടി കാർബോഹൈഡ്രേറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നു. ഈ ഒരു പ്രോസസ് ആണ് ഫോട്ടോസിന്തസിസ്. Photosynthesis is a process in which green plants produce carbohydrates by using sunlight, carbon dioxide and chlorophyll. ഇനി രണ്ടാമത്തെ ബയോട്ടിക് കമ്പോണന്റ് ആണ് കൺസ്യൂമേഴ്സ്. നേരത്തെ പറഞ്ഞു ഹെട്രോട്രോപ്സ് എന്ന് വിളിക്കുന്നു. കൺസ്യൂമേഴ്സ് ഡിപ്പെൻഡ്സ് ഓൺ പ്രൊഡ്യൂസേഴ്സ് ഫോർ ദെയർ എനർജി നീഡ് ആൻഡ് ദെയർ സർവൈവൽ. എനർജി നീഡിനും സർവൈവലിനും വേണ്ടി പ്രൊഡ്യൂസേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഓർഗാനിസങ്ങളെയാണ് പൊതുവെ കൺസ്യൂമേഴ്സ് എന്ന് വിളിക്കുന്നത്. കൺസ്യൂമേഴ്സിനെ നമ്മൾ ഹെട്രോട്രോപ്സ് എന്ന് വിളിക്കുന്നു. ദേ ആർ ഓർഗാനിസംസ് ദാറ്റ് കനോട്ട് പ്രൊഡ്യൂസ് ഫുഡ്. ഫുഡ് സ്വന്തമായി പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയാത്ത ഓർഗാനിസങ്ങളാണ് പൊതുവെ കൺസ്യൂമേഴ്സ്. Consumers are again classified into 4 types: primary consumer, herbivorous; secondary consumers, small carnivorous എന്ന് വിളിക്കുന്നു; tertiary consumers, മൂന്നാമത്തെ ടൈപ്പ് ഓഫ് കൺസ്യൂമർ ആണ്. നാലാമത്തെ ടൈപ്പ് ആണ് quaternary consumers. So consumers depend on producers for their energy need and survival. എനർജി നീഡിനും സർവൈവലിനും വേണ്ടി
പ്രൊഡ്യൂസേഴ്സായ ഗ്രീൻ പ്ലാന്റുകളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഓർഗാനിസങ്ങളെയാണ് പൊതുവെ നമ്മൾ കൺസ്യൂമർ എന്ന് വിളിക്കുന്നത്. പലപ്പോഴും നമുക്കൊക്കെ വളരെ സുപരിചിതമായ പല അനിമൽസ് ഉൾപ്പെടുന്നു. കൗ, റാബിറ്റ്, ഗോട്ട് പോലെയുള്ള അത്തരം അനിമൽസിനെയാണ് നമ്മൾ പൊതുവെ പ്രൈമറി കൺസ്യൂമേഴ്സ് എന്ന് വിളിക്കുന്നത്. These animals feed on green plants. Secondary consumers are animals like cat, snake, lizard, etc. which consumes primary consumers. എനർജി നീഡിനും ഫുഡിനും വേണ്ടി സെക്കൻഡറി കൺസ്യൂമേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കൺസ്യൂമേഴ്സിനെയാണ് പൊതുവെ നമ്മൾ സെക്കൻഡറി കൺസ്യൂമർ എന്ന് വിളിക്കുന്നത്. Secondary consumers depend on primary consumers for their energy and survival. എനർജിക്കും സർവൈവലിനും വേണ്ടി പ്രൈമറി കൺസ്യൂമേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന അനിമൽസ്, കാറ്റ്, സ്നേക്ക്, ലിസാർഡ് പോലെയുള്ള അനിമൽസിനെയാണ് പൊതുവെ നമ്മൾ ഈ സെക്കൻഡറി കൺസ്യൂമേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇനി ടെർഷറി കൺസ്യൂമേഴ്സ് എന്ന് പറഞ്ഞാൽ ലാർജ് കാർണിവോറസ് ആണ്. നേരത്തെ കണ്ടത് സ്മോൾ കാർണിവോറസ് ആണ്. ടെർഷറി കൺസ്യൂമേഴ്സിലോട്ട് വന്നപ്പോൾ അതിനെ ലാർജ് കാർണിവോറസ് എന്ന് വിളിക്കുന്നു. ടെർഷറി കൺസ്യൂമേഴ്സ് ഇൻക്ലൂഡ്സ് അനിമൽസ് വിച്ച് ഫീഡ് ഓൺ സെക്കൻഡറി കൺസ്യൂമേഴ്സ്. സെക്കൻഡറി കൺസ്യൂമേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു സർവൈവലിനും ഫുഡിനും വേണ്ടി, എനർജിക്കും വേണ്ടി. എനർജി ഫുഡ് മൂന്ന് തന്നെയാണ്. ഫുഡ് ഇൻടേക്ക് ചെയ്താൽ മാത്രമേ എനർജി ലഭിക്കൂ. സോ ടെർഷറി കൺസ്യൂമേഴ്സ് ആർ അനിമൽസ് വിച്ച് ഫീഡ് ഓൺ സെക്കൻഡറി കൺസ്യൂമേഴ്സ് ഫോർ ദെയർ എനർജി ആൻഡ് സർവൈവൽ. ഇറ്റ് ഇൻക്ലൂഡ്സ് വൾച്ചർ, ഹോക്സ് എക്സെട്ര. വൾച്ചേഴ്സ്, ഹോക്സ് പോലെയുള്ള ബേർഡുകളാണ് ഇത്തരം ലാർജ് കാർണിവോറസ് എന്ന് പറയുന്ന ടെർഷറി കൺസ്യൂമേഴ്സിൽ ഉൾപ്പെടുന്നത്. ഇനി നാലാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ക്വാട്ടർണറി കൺസ്യൂമേഴ്സ്. Quaternary consumers feed on tertiary consumers and are not eaten up by other animals. മറ്റുള്ള അനിമൽസ് ഭക്ഷിക്കാത്ത ലാർജ് കാർണിവോറസിനെയാണ് പൊതുവെ ക്വാട്ടർണറി കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. ദേ ഇൻക്ലൂഡ് ലയൺ ആൻഡ് ടൈഗർ. ലയൺ, ടൈഗർ പോലെയുള്ള വളരെ ലാർജായ കാർണിവോറസ് ആണ് ഉൾപ്പെടുന്നത്. ഇപ്പൊ പ്രൈമറി കൺസ്യൂമേഴ്സിനെ നമ്മൾ ഹെർബിവോറസ് എന്ന് വിളിക്കുന്നു. സെക്കൻഡറി കൺസ്യൂമേഴ്സിനെ നമ്മൾ കാർണിവോറസ് എന്ന് വിളിക്കുന്നു. ടെർഷറി കൺസ്യൂമേഴ്സിനെ നമ്മൾ ലാർജ് കാർണിവോറസ് എന്ന് വിളിക്കുന്നു. ക്വാട്ടർണറി കൺസ്യൂമേഴ്സിനെ നമ്മൾ ലാർജസ്റ്റ് കാർണിവോറസ് എന്ന് വിളിക്കുന്നു. ആ ഒരു വ്യത്യാസം മനസ്സിലാക്കുക. ഇനി ഡീകമ്പോസേഴ്സ് നോക്കിയാൽ, ഡീകമ്പോസേഴ്സ് ആർ മൈക്രോ ഓർഗാനിസംസ് വിച്ച് ഫീഡ് ഓൺ ഡെഡ് ഓർഗാനിസം. ഡെഡ് ഓർഗാനിസത്തിൽ കൺസ്യൂം ചെയ്ത് പ്രകൃതിയിൽ ന്യൂട്രിയന്റ് റീസൈക്ലിംഗ് പോലെയുള്ള കാര്യങ്ങൾ എൻഷുർ ചെയ്യുന്ന മൈക്രോ ഓർഗാനിസം ആണ് decomposers. Decomposers are organisms such as bacteria, fungus that breaks organic matter in the dead bodies of plants and animals. They helps in recycling of nutrients. Decomposing role എന്ന് പറയുന്നത് helps in recycling of nutrients ആണ്. Decomposers are microorganisms, so they are called micro consumers. ചില പുസ്തകത്തിൽ പറയാറുണ്ട് ഡീകമ്പോസേഴ്സിനെ മൈക്രോ കൺസ്യൂമർ എന്ന് വിളിക്കുന്നത്. കാരണം മൈക്രോ ഓർഗാനിസം ആണ്, വളരെ മൈന്യൂട്ടാണ്, നമുക്ക് നേക്കഡ് ഐ വെച്ച് കാണാൻ സാധിക്കത്തില്ല. അത്തരം മൈക്രോ ഓർഗാനിസത്തിനെ മൈക്രോ കൺസ്യൂമർ എന്ന് വിളിക്കുന്നു. ദേ ആർ റെസ്പോൺസിബിൾ ഫോർ ബ്രേക്കിംഗ് ദ ഓർഗാനിക് മാറ്റർ പ്രസന്റ് ഇൻ ഡെഡ് ബോഡീസ്. ഡെഡ് ബോഡീസിലെ ഓർഗാനിക് മാറ്ററിനെ ഡീകമ്പോസ് ചെയ്യുന്നു, അതുവഴി ന്യൂട്രിയൻസിനെ റീസൈക്ലിംഗ് ഹെൽപ്പ് ചെയ്യുന്നു. അത്തരം മൈക്രോ ഓർഗാനിസത്തെ നമ്മൾ മൈക്രോ കൺസ്യൂമർ എന്ന് വിളിക്കുന്നു. സോ ഓർഗാനിക് മാറ്ററിനെ റീസൈക്കിൾ ചെയ്യുന്ന മൈക്രോ ഓർഗാനിസത്തെയാണ് ഡീകമ്പോസേഴ്സ് എന്ന് വിളിക്കുന്നത്. ചില പുസ്തകത്തിൽ ഡെട്രിറ്റിവോറസ് എന്ന് വിളിക്കുന്നു. ദേ ആർ റെസ്പോൺസിബിൾ ഫോർ റീസൈക്ലിംഗ് ഓഫ് ന്യൂട്രിയൻസ്. ദേ ആർ റെസ്പോൺസിബിൾ ഫോർ ബ്രേക്കിംഗ് ദ ഓർഗാനിക് മാറ്റർ പ്രസന്റ് ഇൻ ഡെഡ് ബോഡീസ്. ഇനി വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് എക്കോസിസ്റ്റം നോക്കിയാൽ, എക്കോസിസ്റ്റത്തിൽ 4 പ്രധാന ഫംഗ്ഷൻ ആണുള്ളത്. നേരത്തെ കണ്ടു. An ecosystem is an area consisting of living and non-living component. ലിവിംഗ് കമ്പോണൻസിനെ ബയോട്ടിക് കമ്പോണന്റ് എന്ന് വിളിച്ചു. നോൺ ലിവിംഗ് കമ്പോണന്റിനെ എബിയോട്ടിക് കമ്പോണന്റ് എന്ന് വിളിച്ചു. അതിൽ ബയോട്ടിക് കമ്പോണന്റിനെ വീണ്ടും നമ്മൾ 3ആയി ക്ലാസിഫൈ ചെയ്തു. പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ്, ഡീകമ്പോസേഴ്സ്. കൺസ്യൂമറെ നമ്മൾ വീണ്ടും 4ആയി ക്ലാസിഫൈ ചെയ്തു. പ്രൈമറി കൺസ്യൂമർ, സെക്കൻഡറി കൺസ്യൂമർ, ടെർഷറി കൺസ്യൂമർ ആൻഡ് ക്വാട്ടർണറി കൺസ്യൂമർ. ഇനി ഫംഗ്ഷൻ ഓഫ് എക്കോസിസ്റ്റം നോക്കിയാൽ, എക്കോസിസ്റ്റം ആർ റെസ്പോൺസിബിൾ ഫോർ സൈക്ലിംഗ് ഓഫ് ന്യൂട്രിയൻസ്. Second one, they are responsible for controlling the consumption and the production of minerals. Third function is that they are responsible for controlling the flow of energy. Fourth function is that they are responsible for maintaining a balance between different trophic level in ecosystem.
എക്കോസിസ്റ്റത്തിൽ ഓരോ ട്രോപ്പിക് ലെവലും തമ്മിലുള്ള ഒരു എനർജി ഫ്ലോ എൻഷുർ ചെയ്യുക എന്നാണ് പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ എക്കോസിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ നോക്കിയാൽ 4 പ്രധാന ഫംഗ്ഷനാണുള്ളത്. റെസ്പോൺസിബിൾ ഫോർ സൈക്ലിംഗ് ഓഫ് ന്യൂട്രിയൻസ് ബിറ്റ്വീൻ ബയോട്ടിക് ആൻഡ് എബിയോട്ടിക് കമ്പോണന്റ്. Second one, control the rate of production and consumption of minerals. Third one, control flow of energy. Fourth one, it maintains a balance among various trophic level in the ecosystem. എക്കോസിസ്റ്റത്തിൽ വ്യത്യസ്തമായ ട്രോപ്പിക് ലെവലിലെ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതും എക്കോസിസ്റ്റമാണ്. സോ ആൻ എക്കോസിസ്റ്റം ഈസ് ആൻ ഏരിയ കൺസിസ്റ്റിംഗ് ഓഫ് ലിവിങ് ആൻഡ് നോൺ ലിവിങ് കമ്പോണന്റ്. അതാണ് വളരെ സിമ്പിൾ ആയ ഡെഫിനിഷൻ. ഇനി സ്റ്റഡി ഓഫ് എക്കോസിസ്റ്റം ആണ് എക്കോളജി. വളരെ ബേസിക് ലെവൽ ഓഫ് കാര്യങ്ങളാണ് ഇതൊക്കെ. സ്റ്റഡി ഓഫ് എക്കോസിസ്റ്റം, എക്കോളജി. Ecosystem is an area consisting of living and non-living component. Living components are called biotic component and non-living components are called abiotic component. Living components are again classified into 3 types: producers, consumers, decomposers. വീണ്ടും കൺസ്യൂമറെ 4 ക്ലാസ്സിഫിക്കുന്നു: പ്രൈമറി കൺസ്യൂമർ, സെക്കൻഡറി കൺസ്യൂമർ, ടെർഷറി കൺസ്യൂമർ ആൻഡ് ക്വാട്ടർണറി കൺസ്യൂമർ. ഡീകമ്പോസേഴ്സിനെയാണ് നമ്മൾ ഈ പറഞ്ഞ ഡെട്രിറ്റിവോറസ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ ബയോട്ടിക് കമ്പോണന്റ് 3 തരമുണ്ട്: പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ്, ഡീകമ്പോസേഴ്സ്. ഡീകമ്പോസേഴ്സ് മൈക്രോ ഓർഗാനിസം ആണ്. അതുകൊണ്ട് മൈക്രോ ഓർഗാനിസം ആയതുകൊണ്ടാണ് നമ്മൾ മൈക്രോ കൺസ്യൂമേഴ്സ് എന്ന് വിളിക്കുന്നത്. അതും വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു പോയിന്റ് ആണ്. ഡീകമ്പോസേഴ്സ് ആർ കോൾഡ് micro consumers. They mainly includes microorganism. They are also called detritivores. Detritivores എന്നും ഈ ഡീകമ്പോസറിനെ വിളിക്കുന്നു.